ഹായ് ഫ്രണ്ട്സ്, PSC പരീക്ഷകൾക്ക് ചോദിച്ചു വരുന്ന കെമിസ്ട്രിയിൽ നിന്നുള്ള ആവർത്തന പട്ടിക എന്ന ഭാഗത്തു നിന്നുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ കുറേ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട്, അതെല്ലാം നമുക്കൊന്ന് നോക്കാം. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് ആൻറ്റോയിൻ ലാവോസിയർ. ഇദ്ദേഹത്തിന് മുൻപായിട്ട് പലതരത്തിലുള്ള വർഗീകരണത്തിന് ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ആൻറ്റോയിൻ ലാവോസിയർ ആണ്. 1789 ഏകദേശം 30ഓളം മൂലകങ്ങളെ ഇദ്ദേഹം ലോഹങ്ങളും അലോഹങ്ങളുമായിട്ട് വർഗീകരിച്ചു. മൂലകങ്ങളെ ത്രികങ്ങൾ, അതായത് ട്രയഡ്സ് എന്ന രീതിയിൽ വർഗീകരിച്ചത് ഡൊബ്രൈനറാണ്. അദ്ദേഹം ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകങ്ങളുടെ അറ്റോമിക മാസിൻ്റെ ഏകദേശം ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക് മാസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 3 വീതമുള്ള ചെറു ഗ്രൂപ്പുകളിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് അറിയപ്പെടുന്ന ഒരു നിയമമാണ് ത്രിക നിയമം അഥവാ ലോ ഓഫ് ട്രയാഡ്സ്. അഷ്ടക നിയമം ആവിഷ്കരിച്ചതാര്? ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ്. മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ 8ാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ്. കൂടാതെ മൂലക വർഗീകരണത്തെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളായി ഇദ്ദേഹം താരതമ്യം ചെയ്തിരുന്നു. മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് ദിമിത്രി മെൻഡലീവ്. ഇദ്ദേഹം ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചത് അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. കൂടാതെ 63 മൂലകങ്ങളുടെ ഒരു സംയോജനമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആവർത്തന പട്ടിക. കൂടാതെ ഓർത്തു വയ്ക്കുക, ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡലീവ് ആണ്. ഇതിനോടൊപ്പം തന്നെ പഠിച്ചു പോകേണ്ട ഒരു പോയിൻ്റാണ്, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലിയാണ്. ഇദ്ദേഹം ആവർത്തന പട്ടികയിലുണ്ടായിരുന്ന മൂലകങ്ങളെ ക്രമീകരിച്ചത് അറ്റോമിക് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. ആവർത്തന പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് ഗ്രൂപ്പുകൾ എന്നാണ്. അതുപോലെ വിലങ്ങനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് പീരിയഡുകൾ എന്നാണ്. മൊത്തം 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളുമാണ് ഉള്ളത്. ആവർത്തന പട്ടികയിലെ പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം 92 ആണ്. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം യുറാനിയമാണ്. ഇതിൻ്റെ അറ്റോമിക് നമ്പർ 92. പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പുകളിലെയും അതുപോലെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ അറിയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്, റെപ്രസെൻറ്റേറ്റീവ് എലിമെൻറ്റ്സ്. അതുപോലെ പീരിയോഡിക് ടേബിളിലെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്നും പറയപ്പെടുന്നു. സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകത ഒന്ന് നോക്കാം. ഇവ ലോഹങ്ങളാണ്, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. കൂടാതെ ഗ്രൂപ്പുകളിലും പീരിയഡുകളിലും ഇവ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. ഗ്രൂപ്പുകളും പീരിയഡുകളും അറിയുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബ്ലോക്കുകൾ. ആവർത്തന പട്ടികയിൽ 4 ബ്ലോക്കുകളാണുള്ളത്: എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. 1ാം ഗ്രൂപ്പ് മൂലകങ്ങളും അതുപോലെ 2ാം ഗ്രൂപ്പ് മൂലകങ്ങളും ചേർന്നതാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ പി ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. ട്രാൻസിഷൻ എലിമെൻറ്റ്സ് അതായത് സംക്രമണ മൂലകങ്ങൾ ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ളത് ഉൾപ്പെടുന്ന ബ്ലോക്കാണ് ഡി ബ്ലോക്ക്. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും താഴെയായി കാണുന്ന 2 പീരിയഡുകൾ, ഇതാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ അഥവാ അന്തസംക്രമണ മൂലകങ്ങൾ. അറ്റോമിക് നമ്പർ 57 ലാന്താനം മുതൽ 71 ലുട്ടേഷ്യം വരെയുള്ള അന്തസംക്രമണ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ലാന്തനോയിഡുകൾ എന്നാണ്. അതുപോലെ അറ്റോമിക് നമ്പർ 89 ആക്ടീനിയം മുതൽ 103 ലോറൻഷ്യം വരെയുള്ള അറ്റോമിക് നമ്പറുള്ള അന്തസംക്രമണ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആക്ടിനോയിഡുകൾ എന്നതാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, റെയർ എർത്ത് എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് നോബിൾ ഗ്യാസസ്, ഇനേർട്ട് ഗ്യാസസ്, റെയർ ഗ്യാസസ് എന്നീ പേരിൽ അറിയപ്പെടുന്ന അലസവാതകങ്ങളെക്കുറിച്ചാണ്. 18ാം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെയാണ് നമ്മൾ അലസവാതകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുന്നതാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ,
സിനോൺ, റഡോൺ. ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ നിഷ്ക്രിയ വാതകങ്ങൾ എന്ന പേരിലും അലസവാതകങ്ങൾ അറിയപ്പെടാറുണ്ട്. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അലസവാതകമാണ് നിയോൺ. വൈദ്യുത ബൾബുകളിലെ ഫിലമെൻ്റ് ബാഷ്പീകരിക്കാതിരിക്കാനായി അവയിൽ നിറയ്ക്കുന്ന അലസവാതകമാണ് ആർഗൺ. കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.